ഹായ് ഫ്രണ്ട്സ്, അജിന്ത്യ പ്രസാദ് ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് ഞാൻ ശോഭാമാളിൽ എത്തിയിരിക്കുകയാണ്. കണ്ടില്ലേ, വൻ പ്രകാശമാണ്. എന്താ പറയുക, ഒരു സൂര്യൻ ഉദിച്ചതുപോലെ വലിയൊരു പ്രകാശമാണ് അല്ലേ. നമ്മൾ ഫ്രണ്ട്സിനൊത്ത് അല്ലെ, നമ്മളിങ്ങനെ കറങ്ങിയടിച്ച് നടക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ അനിയത്തിമാരുടെ ഒത്ത് എല്ലാം കൂടിയിട്ടുള്ളൊരു ബന്ധത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുമ്പോൾ നമ്മൾ ഇങ്ങനെ ഭയങ്കര ഹാപ്പി ആയിരിക്കും അല്ലേ. ആ ഒരു സർക്കിളിൽ നിൽക്കുമ്പോൾ അങ്ങനെ ഒരു ഹാപ്പി ഫീലിംഗ് മൂഡിലാണ് ഞാനുള്ളത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എന്ത് ഭക്ഷണം വേണമെന്ന് തെരഞ്ഞു നടക്കില്ലേ. നമ്മൾ കിട്ടുന്ന ഭക്ഷണമൊക്കെ കഴിച്ചിരുന്നത് നമ്മുടെ പണ്ടത്തെ ആളുകളെ പോലെയല്ലല്ലോ. നമ്മളിപ്പോൾ തെരഞ്ഞു പിടിച്ച് ഇഷ്ടമുള്ളത് വാങ്ങി കഴിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്നത് കാരണേ മാളുകളിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നടക്കും. നമുക്ക് ഇഷ്ടമുള്ളത് തെരഞ്ഞെടുത്ത് കഴിക്കാനായിട്ട്. എന്താ ഒരു കാലല്ലേ, കലികാലം അല്ല, നല്ല കാലമാണ്. അപ്പോൾ അങ്ങനെ ഒരു കാലത്തിലേക്ക് നമ്മൾ വന്നതാണ് കേട്ടോ. അങ്ങനെ ബിരിയാണി ആണ് ഞങ്ങൾ മേടിച്ചത്. അതൊക്കെ ഓർഡർ ചെയ്തതിന് ശേഷം പേ ചെയ്തിട്ട് നമ്മളിന്ന് സ്വസ്ഥമായിട്ട് ഇരിക്കാനായിട്ട് പോവുകയാണ്. വീണ്ടും നമ്മുടെ വർത്തമാന കഥയിലേക്ക് നമുക്ക് വീണ്ടും പോകാൻ വേണ്ടി നമ്മൾ ഇവിടെ വന്ന് വീണ്ടും വർത്തമാനം പറയാനായിട്ടിരുന്നു. കാരണം 5 മിനിറ്റ് കഴിയണമെന്ന് പറഞ്ഞു. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വേഗം ഒരു 5 മിനിറ്റ് ആകുമ്പോഴേക്കും എത്തി. ഒരു പ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ തന്നു. ഒറ്റ ബിരിയാണി കൊണ്ട് 3 ആൾ കൂടി കഴിക്കുന്ന ഒരു വലിയൊരു നല്ല കാലം കേട്ടോ. ഇതാണ് ഒരു സൗഹൃദ കാലം എന്ന് പറയുന്നത്. നമ്മുടെ സൗഹൃദത്തിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും, ഒരുപാട് വിഷമങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും എല്ലാം കൂടി ചേരുന്നതാണ് സൗഹൃദം അല്ലേ. അതിനൊക്കെ തരണം ചെയ്ത് ആ സൗഹൃദം അല്ലെങ്കിൽ എന്തൊരു ബന്ധവും നിലനിർത്തിക്കൊണ്ടു പോകുന്നിടത്താണ് നമ്മളുടെ വിജയം അല്ലേ. ആ വിജയത്തിൽ അതൊക്കെയാണല്ലോ സൗഹൃദം. അങ്ങനെ ഒറ്റ ബിരിയാണിന്ന് 3 ആളും അത് കിട്ടിയ വഴിക്ക് പിന്നെ എൻ്റെ വായ്ത്താരി ഇങ്ങനെ തുടങ്ങായി കഥകൾ പറഞ്ഞ് കുട്ടികളെ ഇങ്ങനെ ഇരുത്തുക എന്നുള്ളതാണ് കേട്ടോ. ഒരുപാട് പണ്ടത്തെ ഞാനൊക്കെ ജീവിച്ചു വരുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഒരുപാട് നല്ല നല്ല പ്രേത കഥകളും അതും ഇതൊക്കെ ഇപ്പോഴും കേൾക്കാം. അവരൊക്കെ കൗതുകത്തോടു കൂടി ഇരിക്കും. എനിക്കത് പറയാൻ ഇഷ്ടമാണ് പ്രേത കഥകൾ. അവരൊക്കെ അത് കേട്ടുകൊണ്ടിരിക്കാൻ, അങ്ങനെ ഒരുപാട് കഥകൾ പറയാൻ ഇഷ്ടമുള്ള ആളായതുകൊണ്ടേ കഥ കേട്ടിരിക്കാനും കൂടെ ഇഷ്ടമുള്ളവരുണ്ടാകുമ്പോൾ നമ്മൾ നിർത്തുമോ, വായ്ത്താരി തന്നെ, ഫുൾ വായ്ത്താരി. ബിരിയാണി അവർക്ക് ഇഷ്ടപ്പെട്ടു, എനിക്കെന്തോ ഇഷ്ടപ്പെട്ടില്ല. കാരണം എനിക്ക് ഒരുപാട് നെയ്യുള്ള ബിരിയാണിയായി അത് താല്പര്യമില്ല. എനിക്ക് ഒരുപാട് നെയ്യ് ഉണ്ടാവണത് എനിക്കിഷ്ടമല്ല. അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് കഴിക്കുമ്പോഴേക്കും നമുക്ക് മതിയാകും. എനിക്ക് അതൊന്നും വലിയ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അപ്പം കഥകൾ കൊണ്ട് കഥകളായിട്ട് എങ്ങനെ ഇരിക്കുകയാണ്. വയ്ക്കുമ്പോഴേക്കും എന്തെങ്കിലും ഒരു ചോദ്യം ഉത്തരങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി സംസാരിക്കും. കാരണം ഒരുപാട് സംസാരിക്കാൻ ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അത് കേൾക്കാനായിട്ട് ഒരുപാട് പേര് നമുക്കുണ്ടെങ്കിൽ നമുക്കത് പറയാൻ ഇഷ്ടമാണ്. എനിക്ക് എന്നെ അവഗണിക്കുന്നവരെ അടുത്തോ അല്ലെങ്കിൽ അപമാനിക്കുന്നവരെ അടുത്തോക്കാളൊക്കെ നമ്മൾ കൂടെ നടന്ന് നമ്മൾ അപമാനിക്കുകയോ അവഹേളിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ എൻ്റെ ചുറ്റിനുണ്ടായിരുന്നേ. അപ്പോൾ അതല്ലാതെ നമുക്ക് നമ്മളെ മനസ്സിലാക്കാനും നമ്മളെ അംഗീകരിക്കാനും എന്തെങ്കിലും ഒരു മനസ്സിൻ്റെ ഒഴിവുകൾ ഉള്ളവരാണ് നമുക്ക് കൂടെ കൊണ്ട് നടക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഇവിടെ ഇരുന്ന് വൺ പ്ലാനിങ് ആണ്. ഇനി നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, എങ്ങോട്ട് പോകും, എവിടം വരെ എത്തണം എന്നുള്ള വൺ പ്ലാനിങ് ആണ് കേട്ടോ ഇവിടെ ഫുള്ള് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ പ്ലാനിങ് ഒക്കെ ഗംഭീര പ്ലാനിങ് ഒക്കെയാണ്. പക്ഷേ ഇന്നേ വരെ ഞങ്ങൾ വേറൊരു ഈ തൃശ്ശൂർ ജില്ല വിട്ട് എവിടെയും പോയിട്ടില്ല. ഒരുപാടായി ആഗ്രഹിക്കുന്നു പുറത്ത് എവിടെയെങ്കിലും പോകണം. ഇതൊക്കെ പണ്ട് നമ്മൾ പറയില്ലേ, ഈ സ്ത്രീകൾ ചർച്ചകൾ ചെയ്ത് 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 വയസ്സായി പോകുന്നു. ആ ഒരു പ്രായത്തിലേക്ക് എത്തുമ്പോഴാണ് നമ്മളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക, എങ്ങോട്ട് പോകണം. എല്ലാ പ്രാരാബ്ധങ്ങളും കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ എങ്ങനെ പോകും എന്നുള്ളതൊക്കെയാണ് അല്ലേ. പക്ഷെ ഫ്രീ ആയിട്ട് വിടാൻ നമുക്ക് നമ്മുടെ മനസ്സിനെ ഫ്രീ ആയിട്ട് വിടാൻ ഇപ്പോഴും ശ്രമിച്ചിട്ടില്ല. അതന്നെയാണ് ഞാനും കേട്ടോ. ഇവിടെ പർച്ചേസ് ഒക്കെ ചെയ്ത് നടക്കണതിൻ്റെ ഇടയിലേ നമ്മളൊരു ബില്ല് എഴുതുന്നതൊക്കെ കണ്ടു കേട്ടോ. അത് ശരിക്കും നമ്മൾ മാക്സിൽ പോയപ്പോഴാണ് കണ്ടത്. നമ്മളെ പറ്റിക്കുന്നൊരു കലാപരിപാടിയല്ലേ. ഇവിടെ 399 എന്ന് പറഞ്ഞു, ബൈ 2 എന്ന് പറഞ്ഞിട്ട് കേട്ടോ. പിന്നെ ഈച്ച് എന്ന് പതുക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ പെട്ടെന്ന് 399 എന്ന് പറയുമ്പോൾ നമ്മൾ ഓടിപ്പോയി അയ്യോ 2 എടുക്കാമെന്ന് വിചാരിക്കുമ്പോൾ പെട്ടെന്നാണ് താഴെ ഈച്ച് എന്ന് എഴുതി വെച്ചത്. അതൊരു വലിയ ചതിയല്ലേ നമ്മളോട് ചെയ്യുന്നത് അല്ലേ. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? തന്നെയാണ് ഞാൻ എന്തായാലും എടുത്തില്ല കേട്ടോ. ഇങ്ങനെ പറ്റിക്കുന്ന ഒരു നമ്പർ എഴുതി വെച്ചിട്ട് എടുക്കാന്നൊക്കെ പറയുമ്പോൾ അയ്യോ എന്തോ മനസ്സിൽ തീരെ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് മാക്സിന്ന് ഞങ്ങൾ ഒന്നും മേടിച്ചില്ല കേട്ടോ. ഇങ്ങനെ നമ്മൾക്കത് വേണ്ടല്ലോ. ലൈഫ് സ്റ്റൈൽ എത്തിയിട്ട് അവിടെ നിന്നാണ് കേട്ടോ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തത്. അടിപൊളിയായിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് തന്നെ വാങ്ങിച്ചു കൂട്ടി. അതൊന്നും ഇവിടെ കാണിക്കുന്നില്ല കേട്ടോ. സൂത്ര രഹസ്യമാണ്, രഹസ്യം.
അങ്ങനെ അത്ര അധികത്തിലേക്കൊന്നും പോകാനൊന്നും സമയം ഉണ്ടായില്ലടോ. ഞങ്ങള് അപ്പോഴേക്കൊക്കെ അവിടെ നിന്ന് ഇറങ്ങി. കാരണം പെട്ടെന്ന് പോകേണ്ട ആവശ്യങ്ങൾ വന്നതുകൊണ്ട് അവർക്ക് വേറെ സ്ഥലത്തേക്ക് പോകേണ്ടതുകൊണ്ട് ഞങ്ങൾ വേഗം അവിടെ നിന്ന് ഇറങ്ങിട്ടോ. ഒന്നും പ്രത്യേകിച്ച് ഒന്നും എടുത്തില്ല, കുറച്ചൊക്കെ എടുത്തു. അങ്ങനെ പോയ ഞാനുണ്ടല്ലോ വരണ വഴിയാണ് കേട്ടോ മനസ്സിൽ എവിടെയോ ഒരു വിങ്ങല. അത് എനിക്ക് എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ പോകുമ്പോഴും എൻ്റെ കൂടെ പഠിച്ച ഫ്രണ്ടിൻ്റെ കൂടെ പോകുമ്പോഴായാലും തിരിച്ച് വരുമ്പോൾ ഒരു വല്ലാത്തൊരു വിഷമ, മനസ്സിൻ്റെ എവിടെയോ ഒരു വിങ്ങലാണ്. നമ്മുടെ കഴിഞ്ഞ കാലങ്ങളെ കുറിച്ച് ആലോചിച്ചിട്ട്, പണ്ട് നടന്നിരുന്ന ഒരു കാലത്തെ കുറിച്ച് ആലോചിച്ചിട്ടൊക്കെ അറിയില്ല, എനിക്കിപ്പോഴും പറയുമ്പോൾ ഭയങ്കര സങ്കടമാണ്. ഒരു വല്ലാത്തൊരു വിങ്ങലാണ്. നമ്മൾ അവരെ ആ ഒരു ഹാപ്പി മൂഡിൽ നിന്ന് നമ്മൾ വീണ്ടും നമ്മളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന ഒരാൾ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. അതല്ല, നമ്മുടെ സൗഹൃദങ്ങൾ, നമ്മുടേതായ ഒരു ലോകം, ആ ഒരു ലോകത്ത് നിന്ന് അല്ലേ, നമ്മുടെ അത്രയോ ഒരു ഫ്രണ്ട്സിന്റെ കൂടെ നിൽക്കുന്ന അവിടെ നിന്ന് നമ്മൾ തിരിച്ച് നമ്മുടെ മറ്റൊരു ജീവിതത്തിലേക്ക് നമ്മൾ തിരിച്ചു വരികയാണല്ലേ. അപ്പോൾ ഒരു വല്ലാത്തൊരു കുളത്തി പിടുത്താണ്. ആ പിടുത്തം അവിടെ നന്ദിലും ചീമാട്ടുണ്ടല്ലോ, അടിപൊളിയുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിലാണ് ഞാൻ പൂട്ടുകച്ചവടം. അപ്പോൾ അതൊരു വല്ലാത്തൊരു കുളത്തിപ്പിടുത്താടോ. അതൊക്കെ മനസ്സിൽ എന്തൊക്കെയോ ഒരു വിങ്ങലും വിഷമങ്ങളും സങ്കടങ്ങളും എന്താണെന്നറിയണില്ല. വല്ലാത്തൊരു സങ്കടമാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനായിട്ട് എനിക്ക് എപ്പോഴും. അങ്ങനെ ഒരു യാത്രയൊക്കെ കഴിഞ്ഞങ്ങ് എത്തിയിട്ടോ. ഭയങ്കര രസമാണ് യാത്രയൊക്കെ. എന്താ പറയുക, ഒരു കരിമ്പൂച്ച പോകണം. ഞാൻ അങ്ങനെ നോക്കിയപ്പോൾ കറുത്ത പൂച്ച, കരിമ്പൂച്ച പ്രീതം എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ഇവിടേക്ക് വന്നു. ഇവിടെ നിന്ന് നേരെ നമ്മൾ ഓരോരോ സ്ഥലങ്ങളിലേക്കൊക്കെ പോയി കറങ്ങി പിടിച്ച് ഇവിടം വരെ എത്തി. ഞാൻ വന്ന് കയറിയപ്പോൾ നല്ല സുഖമുണ്ടായിരുന്നു. ഇത് ഞാനും വീണയും കൂടി പുറത്ത് പോയപ്പോൾ എടുത്തിട്ടുള്ള ഒരു ചുരിദാറാണ് കേട്ടോ. ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നല്ല രസമല്ലേ. വീണയുടെ കൂടെ പോയപ്പോൾ എടുത്തതാണ്. വീണയുടെ കൂടെ പോകുമ്പോഴാണ് ഓരോ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. ഇപ്പോഴും എടുത്തു കേട്ടോ ഞാനിപ്പോൾ നമ്മളിപ്പോഴും ഒരു ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ എടുത്തു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, വീഡിയോയിൽ എടുത്തു എന്നല്ല എടുത്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു വീഡിയോയിലൊക്കെ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടോ, കുറച്ച് നേരം ഇങ്ങനെ നിങ്ങളോട് വർത്തമാനം കൊണ്ട് നടക്കാം, നല്ല രസമുണ്ട്. ഇപ്പോൾ ശരി കാരണം 3:30 കഴിഞ്ഞു, 4 മണിയായി. നേരത്തെ എത്തി. അവർക്ക് വേറെ സ്ഥലത്തേക്കൊക്കെ പോകാനുണ്ട്. അവരെ ബുദ്ധിമുട്ടിക്കരുതല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ഇറങ്ങി. ഇപ്പം ഇന്നൊരു സുഖമുള്ള ഒരു കാലാവസ്ഥയായിരുന്നു. എന്താണെന്ന് വെച്ചാൽ വെയിലധികം ഇല്ല, പിന്നെ ചൂട് ഇത്തിരി കുറവാണ്. അപ്പോൾ അങ്ങനെയാണ്. ഞാൻ ഒരു പൂച്ചനെ കാണിച്ചിട്ടോ, കറുത്ത പൂച്ച. കണ്ട ഫോണ് കണ്ട അവിടെ ഇരിക്കുക. അത് ഇരിക്കണ കണ്ട ഇരിക്കണ അതെ. അപ്പോൾ അതവിടെ ഇരിക്കാം. അപ്പോൾ ഞാൻ അതിനോടൊക്കെ പിന്നെ എന്താ വെച്ചാൽ കുറച്ചൊക്കെ നടന്നു. അങ്ങനെയൊക്കെ കണ്ടോ. എനിക്ക് ഈ കിളികൾ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്നത് കേൾക്കാൻ ഇഷ്ടമാണെന്ന് എല്ലാ വീഡിയോയിലും ഞാൻ പറയാറില്ലേ. ഞാൻ അവിടെ നിന്ന് ഒക്കെ വീഡിയോ ഇങ്ങനെ പറയണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതൊക്കെ അങ്ങോട്ട് ഞാൻ വിട്ടുപോയി, അതൊന്നും പറയാൻ പറ്റിയില്ല. എന്തോ അങ്ങനത്തെ ഓരോരോ കാര്യങ്ങൾ. ഇപ്പം ഇങ്ങനെ നടക്കാം. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ചായ ഉണ്ടാക്കുക. എന്താ ചോറുണ്ട്, കറികളുണ്ട്. പിന്നെ ചോറും കറികളൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ രാത്രിയിലേക്ക് അങ്ങനെ വലിയ പണിയൊന്നുമില്ല. അപ്പോൾ സുഖമായിട്ടിങ്ങനെ നടക്കാം. രാത്രിയിൽ വലിയ പണികളൊന്നുമില്ലടോ. പിന്നെ രസമല്ലേ അവരുടെ കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഒരു രസം, ഒരു സുഖം. നമ്മളെ ഒരാൾക്കാർ അംഗീകരിച്ച് നമ്മളെ ഓരോ സ്ഥലങ്ങളിലേക്ക് നമ്മളിങ്ങനെ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ പോകുമ്പോൾ നമുക്കൊരു സമാധാനം, സന്തോഷം. കണ്ട ആ പൂച്ചക്കുട്ടി എന്നെ ഹായ്, ഹലോ ബ്ലാക്കി. അവൻ ഒത്തിരി പെറ്റപ്പോൾ എൻ്റെ ഒരു വലിയൊരു സുഹൃത്തായിട്ട് മാറിയിരിക്കുകയാണ്. പണ്ട് എനിക്ക് പേടിയായിരുന്നു, ഇപ്പോൾ ഭയങ്കര സൗഹൃദത്തിലെ സംഭാഷണത്തിലാണ്. ബ്ലാക്കി ഹലോ അങ്ങനെയൊക്കെയാണ് ഓരോരോ സൗഹൃദങ്ങൾ. നമുക്ക് ഇങ്ങനെയൊക്കെ അല്ലേ ഉണ്ടാവാം.
പിന്നെ നമ്മൾ എന്താ വെച്ചാൽ സൗഹൃദങ്ങളെ നിലനിർത്തിക്കൊണ്ട് പോവുക എന്നുള്ളതാണ്. പല പല പ്രശ്നങ്ങളും നമ്മളിൽ ലൈഫിലുണ്ടാകും, നമ്മൾ കാര്യങ്ങളുണ്ടാകും. പക്ഷെ അത് നിലനിർത്തിക്കൊണ്ട് പോകുന്നിടത്താണ് നമുക്ക് ഒരു നല്ലത്. അപ്പോൾ അത് സൗഹൃദങ്ങൾ എപ്പോഴും നമ്മളിൽ എപ്പോഴും നിലനിർത്തണം. അതിൽ എന്ത് തെറ്റുകളും കുറ്റങ്ങളും പരസ്പരം ഉണ്ടാവുമായിരിക്കും. അതിനെല്ലാം ക്ഷമിക്കാനും പൊറുക്കാനും ഒക്കെ നമുക്ക് സാധിക്കണം, ഏത് ബന്ധത്തിലാണെങ്കിലും. അപ്പം അങ്ങനെയാണ്, എനിക്കങ്ങനെയാണ്. അപ്പം ഞാൻ അതുകൊണ്ട് അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഹാപ്പിയാണ്. എനിക്ക് അവരെ കൂടെ നടക്കുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര സന്തോഷമാണ് എനിക്ക്. അപ്പം അജിന്തി പ്രസാദ് ഫാമിലി വ്ളോഗ് സൈനിങ് ഓഫ്. ടാറ്റാ, ബൈ ബൈ.